ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന രോഗമുള്ളവർക്ക് അവരുടെ പാദം ഉയർത്താൻ പ്രയാസമുണ്ടാകും. അതിന് ഫുഡ് ഡ്രോപ്പ് എന്ന പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. ഫുഡ് ഡ്രോപ്പ് വന്നവർക്ക് അത് എങ്ങനെ ബലപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഫുഡ് ഡ്രോപ്പ് വന്ന പേഷ്യൻറ്റിന് പ്രധാനമായിട്ടും സ്ട്രെച്ചിങ് ഗുണം ചെയ്യും. സാവകാശം അകത്തോട്ട് ചരിച്ചു പിടിക്കുമ്പോൾ ഈ പേശികളാണ് സ്ട്രെച്ചാവുന്നത്. കാലിൻ്റെ ഈ പേശികളാണ് പാദം ഉയർത്താൻ ഉപയോഗിക്കുന്ന പേശികൾ. അപ്പോൾ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് സ്ട്രെച്ച് കിട്ടും. അതുവഴി മസിലുകൾക്കൊരു ഉത്തേജനം ലഭിക്കുന്നതാണ്. അതോടൊപ്പം കാല് സാവകാശം മടക്കി വെച്ചിട്ട് മുകളിലേക്ക് പോക്കാൻ പ്രയാസമാണ് എങ്കിൽ തന്നെയും ഈ ഒരു അവസ്ഥയിൽ തന്നെ മുകളിലോട്ട് ഉയർത്തി നിർത്തുന്നത് ഈ പേശികൾക്ക് ബലം വർദ്ധിക്കും. മുകളിലേക്ക് ഉയർത്തുന്നു, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഹോൾഡ് ചെയ്യണം. തുടർന്ന് സാവകാശം താത്തണം. ഇത് ആവർത്തിക്കുന്നത് ഗുണമായിരിക്കും. ഓക്കെ, ഇനി നിവർത്തി വയ്ക്കാം.